സ്കൂളൊക്കെ തുറക്കാറായില്ലേ. അപ്പം അവരെയും കൊണ്ട് പുറത്തൊന്നും പോയില്ല. ഒരു ഒന്ന് പാർക്കിലൊക്കെ പോകാം, പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ഷോപ്പിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ ചേച്ചിയുണ്ട്, പിള്ളേരുണ്ട്, മമ്മി, ലൂക്കാച്ചന്, ഞങ്ങളെല്ലാവരും കൂടെ ഇറങ്ങിയേക്കുന്നത്. ഇന്നലെയൊക്കെ ഇവിടെ ഭയങ്കര മഴയായിരുന്നു. ഇന്നും കോളേജിനൊക്കെ അവധിയല്ലേ മഴയായതുകൊണ്ട്. അവിടെ മണ്ണിടിഞ്ഞാന്ന് തോന്നുന്നുണ്ട്. അവിടെയൊക്കെ മണ്ണിടിഞ്ഞിട്ടുണ്ട്. അമ്മച്ചി പറഞ്ഞു തന്നിട്ടുണ്ടോ? അത് ഒരിടത്തോടത്ത് കുറുക്കുണ്ടായിരുന്നേ. അപ്പൊ കുറുക്കിന് അവിടെ കാട് താമസിച്ചപ്പോ കുറെ കോഴികളുണ്ടായിരുന്നു. അപ്പൊ കുറുക്കിന് കോഴികളെ തിന്നാൻ വേണ്ടി ഭയങ്കര ആഗ്രഹം. അപ്പൊ പോയി പിടിച്ചാൽ ഭയങ്കര പ്രശ്നമല്ലേ, പോയി പിടിച്ചു തിന്നാല്. അപ്പോഴത്തേക്കും കുറുക്കൻ വിചാരിച്ചു എങ്ങനെയല്ല ഒരു സൂത്രം ഒപ്പിക്കണം ഈ കോഴിയെ പിടിച്ച് തിന്നാൻ. കുറുക്കൻ വിചാരിച്ചു കോഴിയെ കല്യാണം കഴിക്കാന്ന് പറയാന്ന്. അങ്ങനെ കോഴികളുടെ രാജാവിനോട് പോയി ചോദിച്ചു, എനിക്കിതിനെ കല്യാണം കഴിച്ചു തരാമെന്ന്. അപ്പം കോഴി രാജാവിന് മനസ്സിലായി എന്നാ ഇത് കുറുക്കന്റെ തന്ത്രം, ഇതിനെ പിടിച്ച് തിന്നാൻ വേണ്ടിയുള്ള പരിപാടിയാണെന്നൊക്കെ മനസ്സിലായി. അപ്പൊ കോഴി രാജാവ് ബുദ്ധി തോന്നി പറഞ്ഞു, ശരി ആയിക്കോട്ടെ, മഴയും വെയിലും വരുന്നത് അന്ന് ഇതിന്റെ കല്യാണം നടത്തിത്തരാന്ന് പറഞ്ഞു. അത് മഴയും വെയിലും കൂടെ ഒന്നിച്ച് വരത്തില്ലല്ലോ, ഇപ്പോഴല്ലേ വരുന്നത്, നേരത്തെ ഒന്നും അങ്ങനെ വരത്തില്ല. അപ്പൊ കോഴി രാജാവ് പറഞ്ഞു മഴയും വെയിലും ഒന്നിച്ച് വരുന്ന ദിവസം നിങ്ങളുടെ കല്യാണം പറഞ്ഞു. അങ്ങനെ അതുകൊണ്ട് ഇപ്പം മഴയും വെയിലും വരുമ്പോൾ എല്ലാവരും പറയും കുറുക്കന്റെ കല്യാണം. ഞങ്ങൾ ആദ്യം പോകുന്നത് കട്ടപ്പനയിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കുണ്ട്, ജുമാഞ്ചി എന്ന് പറഞ്ഞ്, അങ്ങോട്ടാണ് പോകുന്നത്. കട്ടപ്പന വെള്ളാമ്പടി റൂട്ടിലെ ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ടിൻ്റെ 3rd ഫ്ലോറിലാണ് ഈ പാർക്കുള്ളത്. അതാണ് ജുമാഞ്ചി. ഏറ്റവും മണ്ടേത്തെ ഫ്ലോർ ആണ് ഗൈസ്. ലിഫ്റ്റ് കയറി പോകണം, സ്റ്റെപ്പിൽ കയറി പോയാൽ മടുക്കും, അതുകൊണ്ടാണ്. ഇതിലെ കൂടെ നമുക്ക് താഴേക്ക് പോയാലാണ് നമുക്ക് പാർക്കിംഗ് ഉള്ളത്. താഴേക്ക് പോകാനാണ് നമ്മൾ താഴേക്ക് പോകുക. പക്ഷെ ഈ താഴെ ഇരുന്നാൽ ഇവിടുത്തെ ഇങ്ങനെ മഴ തോൽപ്പോ കണ്ടോ. ഇവിടെ നമുക്ക് എൻട്രി ഫീസ് 300 പെർ അവർ ആണ്. 3 വയസ്സിൽ താഴെയുള്ള പിള്ളേർക്ക് കൊടുക്കണ്ട. പിന്നെ ഔട്ട്ഡോർ പ്ലേ ഏരിയയ്ക്ക് എനിക്ക് തോന്നുന്നു 500 ആണെന്ന് തോന്നുന്നു. പിന്നെ നമുക്ക് എക്സ്ട്രാ അവർ ഇനി വേണമെങ്കിൽ പേ ചെയ്താൽ മതി. നമ്മളെത്തിയപ്പോൾ അവിടെ ക്ലീനിങ് ഒക്കെ നടക്കുമായിരുന്നേ. ഇന്ന് ശരിക്കും തിരക്ക് കുറവാണ്. സാധാരണ വീക്കെൻഡിലാണ് തിരക്ക് കൂടുതൽ.
പിള്ളേരവിടെ തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ 3 പേരും ചുമ്മാ ഇരിക്കുമായതുകൊണ്ട് ഒരു കാപ്പിയും പപ്സും കൂടെ കഴിക്കാമെന്ന് കരുതി. ഈ മഴയത്തൊക്കെ നല്ല ചൂട് പപ്സും കാപ്പിയും കൂടെ കുടിക്കുമ്പം പഴയ ഓർമ്മകളൊക്കെയാണ് വരുന്നത്. പണ്ട് സ്കൂളിൽ പോയിട്ട് തിരിച്ച് ഡാഡിയുടെ അടുത്തേക്ക് ചെല്ലുമ്പം ഡാഡി നല്ല ചൂട് പപ്സും കോഫിയൊക്കെ മേടിച്ച് തരുന്നതും വീട്ടിലേക്ക് തിരിച്ച് ബൈക്കിൽ മഴയൊക്കെ നനഞ്ഞ് പോകുന്നതൊക്കെയാണ് ഓർമ്മ. അന്നൊക്കെ മഴ എന്ന് പറയുമ്പോൾ എന്ത് രസമായിരുന്നല്ലേ. ഇന്ന് മഴ എന്ന് കേൾക്കുമ്പോഴേ പേടിയാണ്. പ്രളയവും ഉരുൾപൊട്ടലും എന്തൊക്കെയാണ്. അവിടുത്തെ സ്റ്റാഫ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. അവരുടെ കസ്റ്റമർ സർവീസൊക്കെ അടിപൊളിയാണ്. ഓരോ ടോയ്സിൽ കയറുമ്പോഴാണെങ്കിലും അവർ ഗൈഡ് ചെയ്യുകയും പിള്ളേരാണെങ്കിലും നന്നായിട്ട് കെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് പാർക്കിൽ 1 ഹവറാണ് കിട്ടുന്നത്. ഞങ്ങളൊരു 11:45 ആയപ്പം കയറിയിട്ട് 12:45 ആയപ്പോൾ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ അവർക്ക് ബൈ ഒക്കെ പറഞ്ഞിട്ട് ഇറങ്ങുവാണ്. ഇവിടെ ഇൻഡോർ പാർക്ക് മാത്രമല്ല ഔട്ട്ഡോറും ഉണ്ട്. അവിടെ ഇപ്പം ഞങ്ങൾ പോകുന്നില്ല. പോരാതെ ഇവിടെ ഈ ഹൊറർ ഹൗസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മുടെ ഈ വണ്ടർലായിലൊക്കെ ഉള്ളതുപോലെ തന്നെ അത് രസമാണ്. ഞാൻ ഒരു തവണ കയറിയിട്ടുണ്ട് നേനുവിനെ കൊണ്ട്. അന്ന് അവൾക്ക് നിർബന്ധമായിട്ട് കയറിയതാണ്. പക്ഷേ നല്ല പേടിച്ചു പോയി. നല്ല ഇരുട്ടാണ്. ഇടയ്ക്കിടയ്ക്ക് ഓരോരുത്തരൊക്കെ ഇറങ്ങി വരും. അത് നമുക്ക് പേടിയാകും. കയറ വണ്ടി കയറ. മഴ ഞങ്ങൾ
ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചെറിയൊരു ഷോപ്പിങ്ങിന് ഇനി പോവാണ്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ബാഗ് മേടിക്കാനുണ്ടായിരുന്നു. അതുപോലെ ഹെസ്സുവിനും ഒരു ചെറിയ ബാഗ് മേടിക്കണമായിരുന്നേ. എനിക്കാണെങ്കിൽ എൻ്റെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ബാഗില്ല, ഇപ്പം ഡയപ്പറും കുറച്ച് ലുക്കാച്ചിൻ്റെ ഡ്രസ്സൊക്കെയാണ് ചേരുന്നില്ല, ചെറുതായിപ്പോയി. അപ്പോൾ പിന്നെ വിചാരിച്ചൊരു പുതിയതൊരെണ്ണം മേടിക്കാമെന്ന്. പിന്നെ ഹെസ്സുവിനാണെങ്കിലും അവളുടെ സാധനങ്ങളും സ്നാക്സ് ബോക്സും വാട്ടർ ബോട്ടിലൊക്കെ ഇടാൻ വേണ്ടി ഒരു ചെറിയ ബാഗും കൂടെ അവൾക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കെല്ലാം സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ചേച്ചിയാണേ. ഞങ്ങൾ കുറേയൊക്കെ മാറി മാറി നോക്കി, എന്നിട്ട് അവസാനം ഒരെണ്ണം ഫൈനലൈസ് ചെയ്തു. പിന്നെ ഹെസ്സുവിനും കൂടെ ഒരു ബാഗ് നോക്കി. പിള്ളേരെ എല്ലാം മമ്മീനെ ഏൽപ്പിച്ചിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കടയിലേക്ക് കയറിയത്. ലൂക്കാച്ചനിപ്പോൾ ഭയങ്കര കരച്ചില്ല, അതുകൊണ്ട് മമ്മി വിളിച്ച് പറഞ്ഞു ഞാൻ പെട്ടെന്ന് കൊച്ചിൻ്റെ അടുത്തേക്ക് പോവുക. അത് ചേച്ചി സമ്മാനം തരും. ഇത് ഊരുവാണെങ്കിൽ ചേച്ചി ഇത് തരാം. ചേച്ചി ഊരി തരാം. ഞങ്ങളിനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ പുറത്ത് നല്ല മഴയായതുകൊണ്ട് കാറിനുള്ളിൽ തന്നെ വെയിറ്റ് ചെയ്യുക. മഴ കുറയുവാണെങ്കിൽ ഇറങ്ങാമല്ലോ എന്ന് കരുതി. ഞാനിവിടെ വരാം. ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുവാണേ. പുറത്ത് നല്ല മഴ കനക്കുക. ഡാഡിയും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഡാഡി എത്തി. മഴ ആയതുകൊണ്ട് ഞാൻ ഡാഡിനെ കൂട്ടാൻ വേണ്ടിയിട്ട് കുടയായിട്ട് പോവുകയാണേ. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡൊക്കെ വന്നു. ഞങ്ങൾ ഓർഡർ ചെയ്തത് ലോഡഡ് ഫ്രൈസും റാപ്പും പിന്നെ ബ്രോസ്റ്റഡ് ചിക്കനും ആയിരുന്നു.
അവിടുന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇറങ്ങി നേരെ ലെൻസ് കാർട്ടിലേക്കാണ് പോയത്. എൻ്റെ ഗ്ലാസ് ഓർഡർ ചെയ്തത് ഇന്ന് കിട്ടി. അപ്പം അതും കൂടെ പിക്ക് ചെയ്യണമായിരുന്നു. വീട്ടിൽ ചെന്നാൽ തിന്നത്തുള്ളൂ കേട്ടോ. കയ്യിലുണ്ട്. വാച്ചി കിട്ടിയോ? വാച്ചി എന്താ കിട്ടിയോ? കിട്ടിയോ? കിട്ടിയടി. കിട്ടിയോ? അതൊക്കെ പിന്നെ ഇപ്പഴല്ലേ വീട്ടിൽ ചെന്നിട്ടോ. കൊട്ടയെ വീട്ടിൽ ചെന്ന് കഴിക്കത്തുള്ളൂ. അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്.